ഭൂമിയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ മനുഷ്യന്റെ മേൽ അധിനിവേശം നടത്തുന്ന അന്യഗ്രഹ ജീവികൾ. ഈ ഒരു കൺസെപ്റ്റിൽ ഒരുപാട് ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യൻ മറ്റൊരു ഗ്രഹത്തിൽ ചെന്ന് അവിടുത്തെ അന്യഗ്രഹ ജീവികളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അധിനിവേശം നടത്തിയാലുള്ള ആ ഒരു അവസ്ഥ, ഈ ഒരു കൺസെപ്റ്റിൽ ജെയിംസ് കാമറൂണിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു അവതാർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു ദൃശ്യവിസ്മയം. ജെയിംസ് കാമറൂണിന്റെ സംവിധാനത്തിൽ വർഷം 2009 പുറത്തിറങ്ങിയ എപ്പിക് സയൻസ് ഫിക്ഷൻ ഫിലിം അവതാർ. ഏകദേശം 22-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, അതായത് വർഷം 2154 കാലഘട്ടത്തിൽ ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ ക്ഷാമം നേരിടുന്നു. അത് വലിയൊരു എനർജി ക്രൈസിസിലേക്കായിരുന്നു നയിച്ചത്. ഇനി ഉപയോഗിക്കാൻ ഇന്ധനം വേണമെങ്കിൽ അത് മറ്റെവിടെന്നെങ്കിലും കണ്ടെത്തുക തന്നെ ചെയ്യണം. ശാസ്ത്രം അന്ന് വലിയ രീതിയിലുള്ള ഒരു പുരോഗതി കൈവരിച്ചിരുന്നു. ഭൂമിയിലേക്ക് റിസോഴ്സ് എത്തിക്കുന്ന വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണ് RDA അഥവാ റിസോഴ്സ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. RDAയുടെ സഹായത്തോടെ ഭൂമിയിൽ നിന്നും ഏകദേശം 4.37 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ആൽഫ സെന്റൗറി എന്ന നക്ഷത്ര സമൂഹത്തിൽ നമ്മുടെ ഭൂമി ഓർബിറ്റ് ചെയ്യുന്ന ചന്ദ്രനെ പോലെ അവിടെ പൊളിഫീമസ് എന്നൊരു ഗ്രഹത്തെ ഓർബിറ്റ് ചെയ്യുന്ന പാൻഡോറ എന്നൊരു ഉപഗ്രഹം അവർ കണ്ടെത്തുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഉപഗ്രഹത്തിൽ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള മനുഷ്യർ തേടി നടന്ന ആ റിസോഴ്സ് അണുപ്റ്റേനിയം എന്നൊരു മിനറൽ അതവിടെ സമൃദ്ധിയായുണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തുന്നു. ഇനിയാണ് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട കഥയിലേക്ക് കടക്കുന്നത്. ചിത്രത്തിലെ മെയിൻ ക്യാരക്ടർ ജേക്ക് സുള്ളി. അയാളൊരു മറൈൻ ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ ഒരിക്കൽ ഒരു മിഷനറിയിൽ സംഭവിച്ച അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ അരയ്ക്ക് കീഴ്പോട്ടേക്ക് സ്വാധീനം നഷ്ടപ്പെട്ടു. സർജറി ചെയ്ത് അത് ശരിയാക്കാനായിട്ട് കഴിയും. എന്നാൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ തനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഒരു വീൽ ചെയറിലാണ് ജേക്ക് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ദിവസം തീരെ പരിചയമില്ലാത്ത രണ്ടുപേർ ജേക്കിനെ അന്വേഷിച്ചെത്തുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം അവതരിപ്പിക്കാൻ. ജേക്കിന്റെ ഇരട്ട സഹോദരൻ തോമസ് മരണപ്പെട്ടിരിക്കുന്നു. അവനൊരു സയന്റിസ്റ്റ് ആയിരുന്നു. എന്നാൽ അവർ വന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. വളരെ പണച്ചെലവുള്ള ഒരു എക്സ്പെരിമെന്റ് തോമസിനെ വെച്ച് അവർ ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും അവനിപ്പം മരണപ്പെട്ടതുകൊണ്ട് തന്നെ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജേക്ക് നിന്റെ സഹായം വേണമെന്നും അവർ അറിയിക്കുന്നു. വലിയൊരു തുകയും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജേക്ക് അത് സമ്മതിച്ചു. തനിക്ക് വേറെ ഒന്നും ഇവിടെ ചെയ്യാനായിട്ടില്ലല്ലോ. അവിടെ ആ സീൻ കട്ടായി. പിന്നെ അവൻ കണ്ണുറക്കുമ്പോ താനിപ്പോ ഒരു സ്പേസ്ഷിപ്പിനകത്താണ്. പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ലീപ് ചേമ്പറിൽ നിന്നുമായിരുന്നു അവൻ ഉറക്കമുണർന്നത്. ഭൂമിയിൽ നിന്നും സഞ്ചരിച്ചിട്ടിപ്പോ 5 വർഷവും 9 മാസവും 22 ദിവസങ്ങളും പിന്നിട്ടിരിക്കുന്നു. അവരുടെ ആ യാത്ര നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാൻഡോറ എന്ന ഉപഗ്രഹത്തിലേക്കായിരുന്നു. അവിടെ ഒരു മിലിറ്ററി ബേസ്, അവിടേക്കാണ് യാത്ര. പാൻഡോറയിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് അത് എക്സ്ട്രീമിലി പോയിസണസ് ആണ്. മനുഷ്യർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. 20 സെക്കൻഡ് കൊണ്ട് അബോധാവസ്ഥയിലാകും. 4 മിനിറ്റ് കൊണ്ട് മരണപ്പെടും. അതുകൊണ്ട് തന്നെ പ്രത്യേകം തയ്യാറാക്കിയ എക്സോപാക്ക് എന്നൊരു മാസ്ക് ധരിച്ചിട്ട് വേണം പുറത്തു കിടക്കാൻ. ജേക്ക് മാത്രമായിരുന്നില്ല ആ ദൗത്യത്തിന്. കൂടെ വേറെ കുറെ പാസഞ്ചേഴ്സും ഉണ്ടായിരുന്നു. ജൈജാന്റിക് ആയിട്ടുള്ള പലതരത്തിലുള്ള മൈനിങ് മെഷീൻസ് ഒക്കെ അവിടെ കാണാം. അതിൽ ഒരെണ്ണത്തിൽ എന്തോ അമ്പെല്ലാം കുത്തിക്കയറിയിരിക്കുന്നു. അകത്താ ബേസിൽ വന്നു ചേർന്നിരിക്കുന്നവർക്കെല്ലാം ആമുഖമായിട്ട് കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്ന ഈ മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് കേണൽ മൈൽസ്. നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇവിടം ഒരു നരകമെന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ആ വേലിക്കപ്പുറത്ത് ജീവനുള്ളതെല്ലാം എന്തിന് ഇഴയുന്നതും പറക്കുന്നതും നടക്കുന്നതുമെല്ലാം നിങ്ങളെ കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്നുണ്ട്. നാവി എന്ന ജീവിവർഗം നീല നിറത്തിൽ ഏകദേശം 10 അടിയോളം ഹൈറ്റ് ഉണ്ടവയ്ക്ക്. വിഷം മുക്കിയ അമ്പുകളാണ് അവയുടെ പ്രധാന ആയുധം. 1 മിനിറ്റ് മതി അത് ഏറ്റുകഴിഞ്ഞാൽ മരണപ്പെടാൻ. ഇതിനെല്ലാം തരണം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഒരു നിയമമുണ്ട്, പാൻഡോറയിലെ നിയമങ്ങൾ. കേണൽ മൈൽസ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചറിയിക്കുന്നു. ആ സ്പീച്ച് കഴിഞ്ഞ് ജേക്ക് നേരെ പോയത് അവിടുത്തെ ഒരു സയൻസ് ലാബിലേക്കായിരുന്നു. അവിടെ വെച്ച് അവൻ ബയോളജിസ്റ്റ് ആയ നോമിനെയും ഡോക്ടർ മാക്സിനെയും പരിചയപ്പെടുന്നു. അവർ രണ്ടുപേരും അവതാർ എന്ന ഒരു പ്രോഗ്രാമിലെ മെമ്പേഴ്സ് ആയിരുന്നു. എന്താണ് ഈ അവതാർ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മനുഷ്യവാസയോഗ്യമായ ഒരു ഗ്രഹമല്ല പാൻഡോറ എന്ന ഈ ഒരു ഗ്രഹം. അവിടെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രസക്തി. ഇവിടെ വസിക്കുന്ന നാവി എന്ന ജീവിവർഗം അവയുടെ DNA വെച്ച് അത് മനുഷ്യന്റെ DNAയുമായി കമ്പൈൻ ചെയ്ത് നാവി ജീവിവർഗത്തിന് സമാനമായി ഒരു ഹൈബ്രിഡ് ബോഡി മനുഷ്യർ നിർമ്മിച്ചെടുത്തിരുന്നു. ഏത് വ്യക്തിയുടെ DNA-യുമായിട്ടാണോ ഈ ഒരു ഹൈബ്രിഡ് ബോഡി നിർമ്മിച്ചെടുത്തിരിക്കുന്നത്, അവർക്ക് ഒരു ചേമ്പറിന്റെ സഹായത്തോടെ ഈ ഒരു ബോഡിയെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു തരത്തിൽ അവയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കിട്ടുന്നത് പോലെ അവർക്ക് മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കൂ. അതിനുവേണ്ടി 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമുണ്ട്. ഇത്തരത്തിൽ ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് ജേക്കിന്റെ സഹോദരൻ തോമസ് ആയിരുന്നു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത്. എന്നാൽ തോമസ് മരണപ്പെട്ടതിനെ തുടർന്ന് അവന്റെ DNA വെച്ച് അത്രയും ചെലവിൽ നിർമ്മിച്ചെടുത്ത ഈ ഒരു ശരീരം വെറുതെ ആയി പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു തോമസിന്റെ DNA-യോട് അത്രത്തോളം സാമ്യമുണ്ട് ജേക്കിന്റെ DNA-ക്കെന്ന് അവർ കണ്ടെത്തുന്നത്. അങ്ങനെ തോമസിന് പകരം ജേക്കിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവർ സെലക്ട് ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് പ്രത്യേകം സജ്ജീകരിച്ച നിലയിൽ ജേക്ക് തന്റെ അവതാറിനെ കണ്ടുമുട്ടുന്നു. ഡോക്ടർ ഗ്രേസ് ആണ് ഈ ഒരു പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. അവർ വന്ന് ഇരുവരെയും പരിചയപ്പെടുന്നു. നോമിന് 5 വർഷത്തെ പരിശീലനം ലഭിച്ചിരുന്നു. എന്നാൽ ജേക്ക് ആകട്ടെ ഈ പരിശീലനം പോയിട്ട് യാതൊരുവിധ ലാബ് എക്സ്പീരിയൻസും അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജേക്കിന്റെ കാര്യത്തിൽ ഡോക്ടർ ഗ്രേസിന് അത്ര താല്പര്യമില്ലായിരുന്നു. തന്റെ എതിർപ്പ് നേരെ ചെന്ന് പാർക്കർ എന്നൊരാളെ അവർ അറിയിക്കുന്നു. ഈ കോർപ്പറേറ്റ് കമ്പനിയുടെ ബേസ് കമാൻഡറാണ് അയാൾ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജേക്കിനെ എടുക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അവന്റെ മിലിറ്ററി സ്കിൽസ് ആ അവതാർ ബോഡിയിൽ പ്രയോജനപ്പെടുത്താമെന്നും നിങ്ങളുടെ കൂടെ ഒരു സെക്യൂരിറ്റി എസ്കോർട്ടായിട്ട് അവൻ നിന്നോളുമെന്ന് പാർക്കർ ഗ്രേസിനെ അറിയിക്കുന്നു. ഇവർ ഇവിടുന്ന് കുഴിച്ചെടുക്കാൻ പോകുന്ന അനപ്റ്റേനിയം എന്ന മിനറൽ അതിന് കിലോയ്ക്ക് 20 മില്യൺ വരെ കിട്ടും. നമ്മുടെ ഈ ലക്ഷ്യത്തെ പറ്റി മാത്രം നീ ഇപ്പൊ ചിന്തിക്കുകയെന്ന് പാർക്കർ ഗ്രേസിനെ അറിയിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആദ്യമായിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് ജേക്കിനെയും നോമിനെയും വെച്ച് പരീക്ഷിക്കാൻ പോവുകയാണ്. ഒരു ചേംബറിലേക്ക് ഇരുവരെയും കിടത്തിയ ശേഷം ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇരുവരുടെയും മനസ്സ് ആ ശരീരങ്ങളിലേക്ക് കണക്ട് ചെയ്തു. അതെ, ഒടുവിൽ 2 മുറിയിൽ ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിൽ ജേക്ക്
ജെയ്ക്കും നോമും പുതിയ ശരീരങ്ങളിൽ എഴുന്നേൽക്കുന്നു. നോമും ഒക്കെ ആയിരുന്നു, എന്നാൽ ജെയ്ക്കിന് അങ്ങനെ ആയിരുന്നില്ല. നിയന്ത്രിക്കാൻ കഴിയാത്തത്ര സന്തോഷമായിരുന്നു അവന്. കാരണം വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇപ്പോ തന്റെ കാലുറപ്പിച്ച് അവനൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്. അതവൻ അവിടെ പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു. അവരുടെ നിർദ്ദേശങ്ങളൊന്നും വകവയ്ക്കാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടുന്നു. പുറത്തെത്തിയപ്പോ അതാ അവനെ പോലെ വേറെ കുറെ പേർ അവിടെ പല ഭാഗത്തായിട്ട്. ഇപ്പൊ പുറത്തേക്ക് വേറെ ഒരാൾ കടന്നു വരുന്നുണ്ട്. അത് ആരായിരുന്നോ? നമ്മൾ നേരത്തെ കണ്ട ഡോക്ടർ ഗ്രേസിന്റെ അവതാർ. അവൾ ജെയ്ക്കിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. ആ ഒരു ദിവസം മുഴുവൻ അവരാ ശരീരത്തിൽ തന്നെയായിരുന്നു. ആ ഒരു നിയന്ത്രണം പൂർണ്ണമായിട്ട് കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ സന്ധ്യാസമയം അവിടെ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള ഒരു മുറിയിൽ അവരെ എല്ലാവരെയും ഗ്രേസ് കൂട്ടിക്കൊണ്ടുവരുന്നു. അവർ ഉറക്കമായി. അതോടുകൂടി ആ ശരീരത്തിൽ നിന്നും ആ നിയന്ത്രണം തിരികെ അവരവരുടെ ബോഡിയിലേക്ക് മടങ്ങിയെത്തുന്നു. അടുത്ത ദിവസം ട്രൂഡി എന്നൊരു ഓഫീസറെ ജെയ്ക്ക് പരിചയപ്പെടുന്നുണ്ട്. അവിടെ ഒരു റിട്ടയർഡ് മറൈൻ പൈലറ്റ് ആയിരുന്നു. ഇനിയുള്ള കുറച്ചാഴ്ചകൾ ഇവർ ട്രൂഡിക്കൊപ്പമായിരിക്കും ഈ ഒരു ഗ്രഹം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുക. കേണൽ മൈൽസുമായിട്ട് സംസാരിക്കുന്നിടയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നീ എന്റെ ഈ തല കണ്ടോ? ഞാൻ കുറെ മുമ്പ് അവിടെ നിന്ന് പോയതാ. അതിലൊരു ജീവിതം എന്ന പണിയാ. നിന്റെ റെക്കോർഡ്സ് ഒക്കെ ഞാൻ പരിശോധിച്ചിരുന്നു. നിന്റെ മിഷൻസ്, ഞാനതിൽ ഇംപ്രസ്ഡ് ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരെ ചെന്നത് അവർ പ്രത്യേകം നിർമ്മിച്ചെടുത്തിരുന്ന ഒരു റോബോട്ടിക് മെഷീനകത്തേക്കായിരുന്നു. AMP സൂട്ട് എന്നാണ് അതിനെ വിളിക്കുക, പ്രത്യേകിച്ച് ആ ജീവികളെ നേരിടാൻ. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും തിരികെ അവതാർ ശരീരങ്ങളിലേക്ക് പ്രവേശിച്ച് അവർ ആദ്യമായിട്ട് ആ ഒരു ഗ്രഹം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ട്രൂഡിയുടെ നേതൃത്വത്തിൽ പോവുകയാണ്. അവർ ആ കാടിനകത്തേക്ക് പ്രവേശിക്കുന്നു. അവർക്ക് മുന്നിൽ പല വിധത്തിലുള്ള ജീവികളും മറ്റും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അവ ഉപദ്രവിക്കില്ല എന്ന് ഗ്രേസ് അറിയിക്കുന്നുണ്ട്. അവിടെ ഒരു ഭാഗത്ത് അവർ ലാൻഡ് ചെയ്ത ശേഷം ഗ്രേസിന്റെ നേതൃത്വത്തിൽ ജെയ്ക്കും നോമും കൂടെ ഒരു മിലിറ്ററി ഓഫീസറും പുറത്തിറങ്ങുന്നു. പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയായിരുന്നു അവിടെ. ചുറ്റും അത്ര മനോഹരമായ കാഴ്ചകൾ. ഗ്രേസും നോമും അവിടുത്തെ സസ്യങ്ങളിൽ നിന്നും സാമ്പിൾസ് എല്ലാം ശേഖരിക്കുമ്പോൾ ജെയ്ക്കാകട്ടെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് സമീപത്ത് തന്നെയുണ്ട്. ഇതിനിടയ്ക്ക് അവിടുത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് ജെയ്ക്ക് അതൊക്കെ ചുറ്റി കാണുന്നുണ്ട്. എന്നാൽ അപ്പോഴുണ്ട് അവിടെ വലിയൊരു പൂന്തോട്ടം പോലെ എന്തോ ഒന്ന് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒരെണ്ണത്തിലൊന്ന് തൊട്ടു നോക്കിയപ്പോ അത് ഈ തൊട്ടാവാടി പോലെ ചുരുങ്ങി പോകുന്നു. ഇത് കൊള്ളാമല്ലോ. അവൻ ഓരോന്നും തൊട്ടങ്ങനെ വരുമ്പോ അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ വന്ന് പെട്ടത് വലിയൊരു മൃഗത്തിന് മുന്നിലായിരുന്നു എന്ന്. ഹിപ്പോപ്പൊട്ടാമസ് പോലെ വലിയൊരു സാധനം. ഗ്രേസ് ആണെങ്കിൽ ഇത് കണ്ടു. ജെയ്ക്ക്, നീ അനങ്ങല്ലേ, അത് ഉപദ്രവിക്കൊന്നുമില്ല, നീ അതിനെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് ഇവരുടെ തൊട്ടു പുറകിലേക്ക് മറ്റൊരു ജീവി കടന്നു വരുന്നു. ഇവൻ അപകടകാരിയാണോ എന്ന് ജെയ്ക്ക് ചോദിക്കുമ്പോ ഗ്രേസ് അതിന് അപകടകാരിയാണോ എന്നോ, ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ആ വനത്തിലെ ഏറ്റവും അപകടം പിടിച്ച ജീവി തനേറ്ററായിരുന്നു. അത് അതിവരെ ലക്ഷ്യം വെച്ച് പാഞ്ഞെടുക്കുന്നു. ഓടിയകുന്ന ജെയ്ക്കിനായിരുന്നു അത് ലക്ഷ്യം വെച്ചത്. തന്റെ ജീവൻ കൊണ്ട് അവൻ അവിടുന്ന് എങ്ങോട്ടുമില്ലാതെ ഓടി രക്ഷപ്പെടുന്നതിനിടയ്ക്ക് ജെയ്ക്കാകട്ടെ കൂടെയുള്ളവരിൽ നിന്നും വേർപെട്ടു പോയിരുന്നു. ഓട്ടത്തിനിടയ്ക്ക് തന്റെ ഗണ്ണ് നഷ്ടപ്പെട്ടു. ആ ജീവി ഏത് സമയത്തും തന്റെ അടുത്തെത്തും. ആ കാട്ടുവഴികൾക്കിടയിലൂടെ ഓടിയകന്നവൻ നേരെ ചെന്നെത്തിയത് വലിയൊരു വെള്ളച്ചാട്ടത്തിന് മുന്നിൽ. പിന്നെ ഒട്ടും ആലോചിച്ചില്ല, അവൻ അതിനകത്തേക്ക് എടുത്തൊരു ചാട്ടം. അത് പുറകെ വന്നില്ല. തലനാരിടയ്ക്ക് അതിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. ആ അരുവിയിലൂടെ അവൻ ചെന്ന് കയറിയത് വലിയൊരു കാടിനുള്ളിലേക്കായിരുന്നു. ഇതേ സമയം മറുഭാഗത്ത് ജെയ്ക്കിനെ കുറെ അന്വേഷിക്കുമെങ്കിലും നേരം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ അവർ അവിടുന്ന് തിരികെ ബേസിലേക്ക് മടങ്ങുന്നു. സമയം ഇപ്പോ സന്ധ്യയായിരിക്കുന്നു. തീരെ പരിചയമില്ലാത്തൊരു സ്ഥലമാണിത്. ഇരുട്ടിന്റെ മറവിൽ പല ഭാഗത്തും തന്നെ ലക്ഷ്യം വെച്ച് പല ജീവികളും മറഞ്ഞിരിക്കുന്നുണ്ടാവാം. ജെയ്ക്ക് തന്റെ കൈവശം കിട്ടിയ ഒരു വലിയ കമ്പെടുത്ത് ഒരു കത്തി വെച്ച് അത് ചെത്തിമിനുക്കി ഒരു പന്തം ഉണ്ടാക്കുന്നു. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഒരാൾ മുകളിലിരിക്കുന്നുണ്ടായിരുന്നു. ഈ നാവിവർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. ഇവനെ കണ്ടതും അവൾ തന്റെ വില്ലെടുത്ത് അവനെ ലക്ഷ്യമാക്കി ഒരമ്പെടുത്ത് ഉന്നം പിടിക്കുന്നു. എന്നാൽ ആ സമയം ആ അമ്പിലേക്ക് തീർത്തും മൃദുലമായിട്ടുള്ള ഒരു വസ്തു വന്നിരിക്കുന്നു. ഇവരുടെ ദൈവമായിട്ട് ആരാധിക്കുന്ന യൈവ എന്ന വലിയൊരു മരത്തിൽ നിന്നുമായിരുന്നു അത് വന്നത്. ഇത് കണ്ടപാടെ തന്നെ അവൾ ആ അമ്പ് പിൻവലിക്കുന്നു. ഇതേ സമയം അവിടെ താഴെയാകട്ടെ ആ ഇരുട്ടിൽ നിന്നും വളരെ വിഷമുള്ള കുറെ കാട്ടുചെന്നായ്ക്കൾ ജെയ്ക്കിനെ ലക്ഷ്യം വെച്ച് പതിയെ അടുത്തു വരുന്നുണ്ട്. അടുത്തെത്തിയതും അവനെ ആക്രമിക്കാനായിട്ട് മുന്നോട്ട് കുതിക്കുന്നു. അവൻ പരമാവധി എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവൻ അവയുടെ പിടിയിൽപ്പെട്ടതുകൊണ്ട് അവൾ ആ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി ആ ചെന്നായ്ക്കളിൽ നിന്നും ജെയ്ക്കിനെ രക്ഷിക്കുന്നു. നീ എവിടെ നിന്നാണോ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് തന്നെ മടങ്ങിക്കോടാനായിട്ട് അവൾ അറിയിക്കുകയാണ്. എന്നാൽ അവനാകട്ടെ തനിക്ക് ഇവിടുന്ന് പോകാനുള്ള വഴി അറിയില്ലെന്നും തന്നെ സഹായിക്കണമെന്നും അവളോട് അഭ്യർത്ഥിക്കുന്നു. ഇവനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് കുറെ നാവി വർഗത്തിൽപ്പെട്ട വേട്ടക്കാർ കുതിരപ്പുറത്ത് ഇവർക്കരിയിലേക്ക് കടന്നു വരികയാണ്. അതിലെ തലവന്റെ പേര് ടൂട്ടെ. ഇവളെ നെയ്ത്തിരി എന്ന് അവൻ സംബോധന ചെയ്യുന്നു. ഇവളുടെ പേര് നെയ്ത്തിരി എന്നാണെന്ന് നമുക്കും അപ്പോഴാണ് ബോധ്യമാകുന്നത്. ഈ ടൂട്ടയാണ് ഭാവിയിലെ ഗോത്രത്തലവനും അതുപോലെ നെയ്ത്തിരിയെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്. കൂടെ നമ്മുടെ ജെയ്ക്കിനെ കണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല ഇവനെന്ന് മനസ്സിലാക്കിയവർ അവനെ വകവരുത്താനായിട്ട് അടുത്തു വരുന്നു. ഇത് കണ്ട നെയ്ത്തിരി ആകട്ടെ അവരോട് അവനൊന്നും ചെയ്യരുത്, പരിശുദ്ധമായ യൈവയിൽ നിന്നുള്ള അടയാളം അവനിൽ ഞാൻ കണ്ടുവെന്ന് അറിയിക്കുന്നു. എന്നാലൊരു കാര്യം ചെയ്യും, ഉടനെ തന്നെ അവനെ ബന്ദിയാക്കി കൊണ്ടുപോവാ. ഗോത്രത്തലവന്റെ അടുത്ത് അവൻ എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജെയ്ക്കിനെ അവിടെ നിന്ന് അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. നെയ്ത്തിരിയുടെ അച്ഛനാണ് ഇപ്പോഴത്തെ ഗോത്രത്തലവൻ. കൂടെ അവളുടെ അമ്മയുണ്ട്. അമ്മയുടെ പേര് മൊവാത്ത്. ഇവനെ അവരുടെ മുമ്പിൽ ഹാജരാക്കിയ ശേഷം അവർ ഇവനോട് നീ ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് ജെയ്ക്ക് എന്നാണ് തന്റെ പേരെന്നും താനൊരു പട്ടാളക്കാരനാണെന്നും അവൻ അറിയിക്കുകയാണ്. ആകാശവാസികൾ എന്ന് വിളിക്കുന്ന ഒരു സാധാരണ വിഭാഗത്തിൽ നിന്നുമാണ് ഇവൻ വന്നിരിക്കുന്നതെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് വേണ്ട പരിഗണനയൊന്നും അവർ നൽകുന്നില്ല. കുറെ നാളുകൾക്ക് മുമ്പ് ഗ്രേസ് ഇവിടേക്ക് കടന്നു വന്ന് ഇവരുടെ പ്രീതി സമ്പാദിച്ച് ഇവരിൽ ഒരാളായി ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ടീച്ചറായിട്ടായിരുന്നു അവൾ വന്നിരുന്നത്. അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവർക്കന്ന് അവൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ജെയ്ക്കുമായിട്ട് ആശയവിനിമയം നടത്താൻ അവർക്ക് എളുപ്പമായിരുന്നു. എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ ശേഷം
മൊവാത്ത് അവസാനമായി ഒരു കാര്യം പറയുന്നു. എന്തായാലും പരിശുദ്ധ ഏവയ്ക്ക് പ്രീതി തോന്നിയവനല്ലേ, ഇവൻ കുറച്ചുനാൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ, ഇവിടുത്തെ രീതിയും നമ്മുടെ ഭാഷയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം. നെയ്ത്തിരി, നീ വേണം ഇവനെ അതൊക്കെ പഠിപ്പിക്കാനെന്ന് മൊവാത്ത് നിർദ്ദേശിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവർ പിരിയുകയാണ്. അന്ന് രാത്രി ഒന്നിച്ചുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവരുടെ ഹോം ട്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വലിയൊരു മരത്തിന് മുകളിൽ പല ഭാഗത്തായിട്ട് ഒരുക്കിയിരിക്കുന്ന ഇടങ്ങളിലേക്ക് അവർ ഉറങ്ങാനായിട്ട് പോകുന്നു. ജെയ്ക്ക് ഇപ്പോ തിരികെ തന്റെ സ്വന്തം ശരീരത്തിലേക്ക് മടങ്ങിയെത്തുന്നു. തിരികെ ബേസിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ജെയ്ക്ക് ഇപ്പോ കൂടെയുള്ളവരെല്ലാം അറിയിക്കുന്നു. താൻ ഒമറ്റിക്കായ ഗോത്രവിഭാഗത്തിൽ ഒരാളായി മാറിയെന്ന് അവൻ പറയുമ്പോൾ അവർക്ക് ഇപ്പോഴും അതൊരു അത്ഭുതമാണ്. ഇത്ര പെട്ടെന്ന് അവരുടെ പ്രീതി സമ്പാദിക്കാനായിട്ട് അവന് കഴിഞ്ഞുവല്ലോ എന്നോർത്ത് ആ ഗോത്രവിഭാഗം താമസിക്കുന്ന അവരുടെ ഹോം ട്രീ ആയിട്ടുള്ള ആ ഭീമാകാരമായ മരമുണ്ടല്ലോ, അതിന് കീഴെയാണ് ഇവർ തേടി വന്ന അനപ്റ്റേനിയം എന്ന ധാതു ഉള്ളത്. അത് വളരെയധികം അവിടെയുണ്ട്. അപ്പൊ ജെയ്ക്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ ഗോത്രവിഭാഗത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവിടുന്ന് മാറ്റുക, എന്നിട്ട് വേണം അവർക്ക് അവിടെ ഖനനം ആരംഭിക്കാൻ. അതിനുവേണ്ടി ഇവന് കൊടുത്തിരിക്കുന്ന സമയം അത് 3 മാസമായിരുന്നു. ഇനി അഥവാ ഇവൻ പറഞ്ഞിട്ട് അവർ മാറാൻ തയ്യാറായില്ലെങ്കിൽ കൂറ്റൻ ബുൾഡോസേഴ്സ് വെച്ച് അവിടെ ആക്രമിക്കാനാണ് ഈ മിലിറ്ററി ഫോഴ്സിന്റെ തീരുമാനം. അടുത്ത ദിവസം തിരികെ അവതാറായി നെയ്ത്തിരിക്ക് കീഴിൽ ജെയ്ക്ക് അവിടുത്തെ പരിശീലനം ആരംഭിക്കുന്നു. ആദ്യം തന്നെ അവനെ പരിശീലിപ്പിക്കുന്നത് അവർ പ്രധാനമായി സഞ്ചരിക്കുന്ന കുതിര പോലെയുള്ള ഒരു മൃഗത്തെ നിയന്ത്രിക്കാനായിരുന്നു. അതിന് ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ പുറകിലുള്ള വാലിന്റെ അറ്റത്ത് ന്യൂറോൺസ് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അത് ആ മൃഗത്തിന്റെ ന്യൂറോണുമായിട്ട് ബന്ധിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നതോടുകൂടി ആ ജീവിയുടെ മനസ്സ് നിയന്ത്രിക്കാൻ സാധിക്കും. സഹേലു എന്നാണ് ഈ ഒരു ബന്ധത്തെ അവർ വിളിക്കുന്നത്. എന്നാൽ ഈ ഒരു മൃഗത്തെ നിയന്ത്രിക്കുക എന്നത് അത് ഒട്ടും എളുപ്പമായിരുന്നില്ല. ആദ്യമൊക്കെ കുറെ പരാജയപ്പെട്ട് ഒടുവിൽ മെല്ലെ മെല്ലെ അവൻ അതിനെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കുന്നു. അതിനിടയിൽ ജെയ്ക്ക് ഈ പ്രദേശത്തെക്കുറിച്ചും ആ ഹോം ട്രീയെ കുറിച്ചും ഒക്കെ പഠിച്ച് ആ കേണലിന് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നൽകുന്നുണ്ട്. ഈ ഹോം ട്രീക്ക് ഏകദേശം 1000 അടി ഉയരം വരും. അത്രത്തോളം ഭീമാകരമായിട്ടുള്ള ഒരു മരമാണിത്. ഈ കേണലടക്കമുള്ള മിലിറ്ററി ടീമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഹോം ട്രീ നശിപ്പിച്ച് അവിടുന്ന് അനപ്റ്റേനിയം ഖനനം ചെയ്യാനാണെന്ന് നമ്മുടെ ഡോക്ടർ ഗ്രേസ് മനസ്സിലാക്കുകയാണ്. അവരുടെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായിട്ട് തകർത്തുകൊണ്ട് അത് അവിടെ നിന്ന് എടുക്കുന്നതിൽ ഗ്രേസിന് ഒട്ടും യോജിപ്പില്ലായിരുന്നു. ആ കേണലാണെങ്കിൽ ജെയ്ക്കിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവിടുത്തെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഗ്രേസ് ആകട്ടെ ഇവരുടെ ടീമിനെയും കൂട്ടിക്കൊണ്ട് ആ മിലിറ്ററി ബേസിൽ നിന്നും ആ ഗ്രഹത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ലാബ് എക്സ്പീരിയൻസ് ഒക്കെ മാറ്റുന്നു. ട്രൂഡി എന്ന ആ ഒരു മറൈൻ ഓഫീസറും ഇവരുടെ ഭാഗത്ത് തന്നെയാണ്. വലിയൊരു പർവ്വത നിരയിലേക്കായിരുന്നു അവർ പോയത്. തീർത്തും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകൃതി വിസ്മയമായിരുന്നു അവിടെ. വായുവിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും മറ്റും. നാവികോത്രം ആരാധിക്കുന്ന എയ്വ എന്ന പരിശുദ്ധ മരം നിൽക്കുന്നതും ഈ ഒരു പ്രദേശത്തായിരുന്നു. അവിടെ എത്തിയ ശേഷം പ്രത്യേകം തയ്യാറാക്കിയ ചേംബറിൽ നിന്നുമായിരുന്നു ജെയ്ക്ക് തന്റെ അവതാറിലേക്ക് പ്രവേശിച്ചിരുന്നത്. പതിയെ പതിയെ നെയ്ത്തിരിയുടെ ട്രെയിനിങ്ങിലൂടെ അവൻ അവരുടെ ഭാഷ പഠിച്ചു തുടങ്ങി, അവിടുത്തെ രീതികൾ പഠിച്ചു തുടങ്ങി. അങ്ങനെ 3 മാസത്തെ ട്രെയിനിങ്ങിനൊടുവിൽ അവൻ അതെല്ലാം തന്നെ പഠിച്ചെടുത്തു. ഇപ്പൊ തിരികെ ഇവിടെ ഈ ലാബിനകത്ത് ജെയ്ക്ക് ഉറക്കമിരുന്നു. ഒരു ദിവസം 10-16 മണിക്കൂറൊക്കെ ആയിരുന്നു അവൻ അവതാറായി ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം ശരീരത്തെക്കാൾ അവൻ ശ്രദ്ധ കൊടുത്തത് ആ ഹൈബ്രിഡ് ശരീരത്തിനായിരുന്നു. ഇവനാകട്ടെ ഇപ്പൊ ഭക്ഷണമൊന്നും നേരെ ചൊവ്വേ കഴിക്കാതെ ആകെ ക്ഷീണിച്ചൊരവസ്ഥയിലാണ്. ഗ്രേസ് പറയുന്നുണ്ട്, ജെയ്ക്ക് നീ ഇത് കഴിക്കേ, നിന്റെ ആരോഗ്യം കളഞ്ഞിട്ട് വേണ്ട മറ്റൊന്നും. അവരങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് വെച്ച് ജെയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഗ്രേസ് നീ ആ നാവികോത്രത്തെ പഠിപ്പിക്കുന്ന ടീച്ചർ ആയിരുന്നില്ലേ, പിന്നെ എന്ത് പറ്റി ഇപ്പൊ ക്ലാസ് എടുക്കാത്തെന്തേ എന്നവൻ ചോദിക്കുമ്പോ ഗ്രേസ് അതിന്, ശരിയാണ്, ഞാൻ അവർക്ക് നമ്മുടെ ഭാഷയെ പറ്റിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നീ പരിചയപ്പെട്ട നെയ്ത്തിരിയില്ലേ, അവൾ എന്റെ നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു. അവൾക്കൊരു അനിയത്തി കൂടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ അനിയത്തി നമ്മുടെ മിലിറ്ററി ഓഫീസേഴ്സിനെ അവിടെ കാണാനിടയായി. ആ ധാതുക്കൾ ഖനനം ചെയ്യാൻ വേണ്ടി അവർ പോയതായിരുന്നു. ഹോം ട്രീ അവർ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ അവൾ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. അവരെ കടന്നാക്രമിച്ചു. എന്നാൽ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവർ അവളെ തൽക്ഷണം വകവരുത്തി. അതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. പുറത്തുനിന്നും ആരും അവിടേക്ക് കടന്നു ചെന്നാലും അവർ കരുതുന്നത് ആകാശവാസികളാണെന്നാണ്. നിന്നെ അന്ന് അവർ വകവരുത്താതിരുന്നത് അത് നിന്റെ ഭാഗ്യം അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ജെയ്ക്ക് തിരികെ ആ ചേംബറിലേക്ക് മടങ്ങുന്നു, തിരികെ അവതാറിലേക്ക്. ഇപ്പൊ നെയ്ത്തിരി അവനോട്, ജെയ്ക്ക് പ്രാരംഭഘട്ടത്തിലുള്ള നിന്റെ പരിശീലനമൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇനി നിനക്കുള്ള പ്രധാന പാഠം അതിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. ഇവിടത്തെ ഉയരം കൂടിയ ഒരു കൊടുമുടിയുണ്ട്. അതിന് മുകളിൽ ബാൻഷി എന്ന ഒരു വിഭാഗം ഡ്രാഗണുകൾ വസിക്കുന്നുണ്ട്. അവയെ നിയന്ത്രിക്കുക എന്നതാണ് ജെയ്ക്കിന്റെ അടുത്ത പരിശീലനം. എന്നാൽ അവയങ്ങനെ അത്ര എളുപ്പത്തിൽ വരുതിയിലാക്കാൻ സാധിക്കില്ല. വളരെ അപകടം പിടിച്ച ഒരു പണിയാണത്. ഇക്രാൻ എന്ന പേരിലാണ് അവർ അവയെ വിളിക്കുന്നത്. അങ്ങനെ ആ കൊടുമുടി കയറി അവർ മുകളിലേക്ക് എത്തുന്നു. കൂടെ ടൂട്ടയും ഒരു ഗ്യാങ്ങും ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിനിടയിലൂടെ അവർ നടന്നു അവ വസിക്കുന്ന ആ ഇടത്തിലേക്ക്. അവിടെ അല്പം നീങ്ങി അവ കൂട്ടമായി നിൽക്കുന്നുണ്ട്. അതിനെ കീഴ്പ്പെടുത്താൻ ആദ്യം അതിനെ നീ ആക്രമിക്കണം. അവ നിന്നെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കും. പേടിക്കരുത്, ധൈര്യം സംഭരിച്ച് തിരിച്ചാക്രമിക്കുക. എന്നിട്ട് സഹേല് വഴി അതിനെ നിയന്ത്രിക്കണം. അതായത് ഇവന്റെ വാലിലെ ആ ന്യൂറോൺ വഴി. നീ മനസ്സുകൊണ്ട് വേണം അവയിലൊന്നിനെ തിരഞ്ഞെടുക്കാൻ. ഒരിക്കൽ നീ ഒന്നിനെ തിരഞ്ഞെടുത്താൽ പിന്നെ ജീവിതകാലം മുഴുവൻ അതായിരിക്കും നിന്റെ കൂടെ വേട്ടയ്ക്കുണ്ടാവുക. അവൻ മെല്ലെ മെല്ലെ അവയ്ക്കരിയിലേക്ക് അടുത്തു ചെല്ലുന്നു. തന്റെ മനസ്സ് പറയുന്ന ആ ഒരു ഇക്രാനെ തിരഞ്ഞെടുക്കാൻ. ഏത് സമയത്തും ഒരു ആക്രമണം ഉണ്ടായേക്കാം, കരുതി തന്നെ ഇരിക്കണം. ജെയ്ക്ക് ഓരോന്നിന്റെ അടുത്തേക്കും മെല്ലെ മെല്ലെ അടുത്തു ചെന്നു. പലതും അവൻ വരുന്നത് കണ്ട് അവിടുന്ന് പറന്നു തന്നു. ഒടുവിൽ ഒന്നിന്റെ അടുത്ത് അവൻ എത്തി. ഇവനെ കണ്ടതും അത് അവനടുത്തേക്ക് പാഞ്ഞെടുത്തു. ജെയ്ക്കും വിട്ടുകൊടുത്തില്ല, അതിനെ കടന്നാക്രമിച്ചു. ഒടുവിൽ സഹേല് വഴി അവൻ അതിനെ നിയന്ത്രിച്ചെടുക്കുക തന്നെ ചെയ്തു. ആ കൊടുമുടിക്ക് കീഴെ അവൻ അതിനെ കൊണ്ട് പറന്നു. നെയ്ത്തിരിയും അവൻ
അവന്റെ കൂടെ ചേരുന്നുണ്ട്. അവർ അതിലൂടെ കുറെ ദൂരം സഞ്ചരിച്ചു. ആ യാത്രക്കിടയിൽ ജെയ്ക്ക് ആദ്യമായി ഈ നാവിഗോത്രം ആരാധിക്കുന്ന ആത്മാക്കളുടെ മരം എന്നിവർ വിളിക്കുന്ന യൈവ എന്ന ആ മരത്തെ അവൻ കണ്ടു. പാൻഡോറയിലെ നിലനിൽപ്പിന് കാരണം തന്നെ ഈ ഒരു മരമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ 1-2 ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം പതിവ് പോലെ നെയ്ത്തിരിയുമൊത്ത് വേട്ടക്കിറങ്ങിയ ജെയ്ക്ക് ആകാശത്തോടെ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അവരങ്ങനെ പോകുന്നതിനിടയ്ക്ക് മുകളിൽ ആകാശത്ത് നിന്നും വലിയൊരു ഭീമാകാരനായ ഡ്രാഗൺ ഇവരെ ലക്ഷ്യം വെച്ച് പാഞ്ഞെടുക്കുന്നു. അതിന്റെ വരവ് കണ്ട് ജെയ്ക്കാകെ നടുങ്ങിപ്പോയി. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്നും നമുക്ക് ഉടനെ തന്നെ രക്ഷപ്പെടണമെന്നും പറഞ്ഞ് നെയ്ത്തിരി അവനെയും കൂട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നു. കാടിനുള്ളിലൂടെ പ്രാണരക്ഷാർത്ഥം പറന്നകുന്നവർ തലനാരിഴക്കി അതിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നു. അവിടുന്ന് അവരുടെ ഗോത്രത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ജെയ്ക്കിനെയും കൊണ്ട് നെയ്ത്തിരി ഒരിടത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയ അവൻ കണ്ടത് ഭീമാകാരനായ ഒരു ഡ്രാഗന്റെ ഒരു അസ്ഥികൂടമായിരുന്നു. ഒരു ഫോസിൽ. നമ്മെ നേരത്തെ ആക്രമിക്കാൻ ശ്രമിച്ച ആ ജീവിയല്ലേ, അതിനെ തുറൂക്ക് എന്നാണ് വിളിക്കുക. വളരെ അപകടകാരിയാണത്. അതിനെ കീഴ്പ്പെടുത്തുക എന്നത് അത്ര പ്രയാസപ്പെട്ടൊരു കാര്യവും. ഈ ഗോത്ര പരമ്പരയിൽ 5 പേർ മാത്രമേ അതിനെ കീഴ്പ്പെടുത്തിയിട്ടുള്ളൂ. അതിലൊന്ന് തന്റെ മുതുമുത്തച്ഛനാണെന്നും അദ്ദേഹം വേട്ടയ്ക്കായി ഉപയോഗിച്ച തുറൂക്കാണിതെന്നും നെയ്ത്തിരി ഇപ്പൊ ജെയ്ക്കിനെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം നാളിതുവരെയായിട്ടും തുറൂക്കിനെ ആരും കീഴ്പ്പെടുത്താനായിട്ട് ധൈര്യം കാണിച്ചിട്ടില്ലായിരുന്നു. അഥവാ അതിനെ കീഴ്പ്പെടുത്തിയാൽ അയാൾക്ക് ഇവർക്കിടയിൽ വലിയ ബഹുമാനവും സ്ഥാനവുമായിരിക്കും കൊടുക്കുക. തുറൂക്ക് മാറ്റോ എന്ന് പിന്നീട് അയാൾ അറിയപ്പെടും. അങ്ങനെ അവതാർ ശരീരത്തിൽ നിന്നും തന്റെ സ്വന്തം ശരീരത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ജെയ്ക്ക് ഇപ്പോ തിരികെ ആ മിലിറ്ററി ക്യാമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ജെയ്ക്കിനടുത്തേക്ക് ഇപ്പോ കേണൽ മൈൽസ് കടന്നു വരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം അവതരിപ്പിക്കാനായിരുന്നു അദ്ദേഹം വന്നത്. ഇതുവരെ ജെയ്ക്ക് നൽകിയ ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇവരുടെ ഒരു ടീം ആ ഹോം ട്രീക്കരികിലേക്ക് പുറപ്പെടാൻ പോവുകയാണെന്നും വൈകാതെ അനപ്റ്റേനിയം എന്ന ആ ധാതു ഖനനം ചെയ്യുമെന്നും മൈൽസ് ജെയ്ക്കിനെ അറിയിക്കുന്നു. എന്നാൽ നാവിഗോത്രവുമായിട്ട് കുറച്ചുനാൾ ഇടപഴകി ജീവിച്ചതുകൊണ്ട് തന്നെ അവരോട് ഒരു അനുകമ്പ അവന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ജെയ്ക്ക് ഇപ്പൊ മൈൽസിനോട് പറയുന്നുണ്ട്, സർ, ആ ഗോത്ര വിഭാഗം എന്നെ ഇപ്പോ അവരുടെ വിഭാഗത്തിൽ ഒരാളായി മാറ്റാൻ പോവുകയാണ്. ആ ഒരു ചടങ്ങോടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് അവർ കേൾക്കാൻ തയ്യാറാകും. അവരെ ഞാൻ തന്നെ പറഞ്ഞ് അവിടുന്ന് മാറ്റി പാർപ്പിച്ചോളാം. അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അവരെ ആക്രമിക്കരുതെന്ന് ജെയ്ക്ക് അറിയിക്കുന്നു. ഈ ഒരു തവണ കൂടെ നിനക്കൊരു അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് മൈൽസ് അവിടുന്ന് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം ജെയ്ക്കിനെ ആ ഗോത്ര വിഭാഗത്തിൽ ചേർക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചു. ചടങ്ങിനൊടുവിൽ അവനെ അവർ അവരുടെ ഗോത്രത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അന്ന് രാത്രി ജെയ്ക്കിനെയും കൂട്ടിക്കൊണ്ട് നെയ്ത്തിരി ആത്മാക്കളുടെ മരമായ യൈവക്കരികിലേക്ക് കടന്നു ചെല്ലുന്നു. അവർ അല്പസമയം അവിടെ ചെലവഴിച്ചു. അവിടെ വെച്ച് ജെയ്ക്ക് തന്റെ ഇഷ്ടം നെയ്ത്തിരിയോട് തുറന്നു പറയുകയാണ്. അവൾക്കും ഇഷ്ടം. അവിടെ യൈവയുടെ സാന്നിധ്യത്തിൽ അവർ പരസ്പരം വാക്കുകൊടുക്കുന്നു. അവിടെ വെച്ച് അവർ ഒന്നായി. ആ ദിവസം അങ്ങനെ കടന്നു പോകുന്നു. അടുത്ത ദിവസം എന്തോ വലിയൊരു ശബ്ദം കേട്ടായിരുന്നു നെയ്ത്തിരി ഉറക്കമെഴുന്നേറ്റത്. അവൾ നോക്കുമ്പോഴത് ആ വനത്തിലൂടെ മരങ്ങളെല്ലാം കടപൊഴുകി മറിച്ചിട്ടുകൊണ്ട് കൂറ്റൻ ബുൾഡോസറുകൾ പാഞ്ഞെടുക്കുന്നു. അതെ, ആ കേണൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. ഇവരുടെ ഹോം ട്രീ ലക്ഷ്യം വെച്ച് അവരെത്തിക്കഴിഞ്ഞു. എന്നാൽ ഇതേ സമയം ജെയ്ക്കാകട്ടെ തന്റെ സ്വന്തം ശരീരത്തിലേക്ക് മടങ്ങിപ്പോരുന്നത് കൊണ്ട് തന്നെ ഇവിടെ അവന്റെ അവതാർ ശരീരം ചലനമറ്റ് കിടക്കുകയാണ്. ആ ബുൾഡോസേഴ്സ് ആണെങ്കിൽ അടുത്തു വരുന്നുണ്ട്. കടപൊഴുകി വീഴുന്ന മരങ്ങൾക്കിടയിൽ നിന്നും ഒരു വിധത്തിൽ ജെയ്ക്കിനെ അവൾ രക്ഷപ്പെടുത്തി വലിച്ചു നീക്കി കിടത്തുന്നു. ഇപ്പൊ മറുഭാഗത്ത് ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം ജെയ്ക്ക് തിരികെ ആ ചേംബറിലേക്ക് പ്രവേശിക്കുന്നു. തിരികെ തന്റെ അവതാർ ബോഡിയിലേക്ക് തിരികെ മടങ്ങിയെത്തിയ അവൻ കണ്ടത് ഈ കാടാക്രമിച്ച് പാഞ്ഞെടുക്കുന്ന ആ മിലിറ്ററി ഫോഴ്സിനായിരുന്നു. അവൻ പരമാവധി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരാകട്ടെ അത് വകവയ്ക്കുന്ന പോലുമില്ല. മുന്നോട്ട് തന്നെ അവർ പാഞ്ഞെടുത്തു. ഇനി വേറെ മാർഗമില്ലെന്ന് കണ്ട ജെയ്ക്ക് ആകട്ടെ ആ ബുൾഡോസേഴ്സിൽ ഒരെണ്ണത്തിലേക്ക് ചാടിക്കയറി അതിലെ ക്യാമറകൾ ഓരോന്നായിട്ട് അടിച്ചു താർക്കുന്നു. തങ്ങളുടെ പ്രദേശം നശിപ്പിക്കാനായി ഒരു വിഭാഗം എത്തിയിരിക്കുന്നെന്ന് മനസ്സിലാക്കിയ നാവികവർഗം അവിടെ ഒരിടത്ത് ഒന്നിച്ചു കൂടുന്നു. അവർക്കിടയിലേക്ക് ഇപ്പോ നെയ്ത്തിരിയും ജെയ്ക്കും കടന്നു വരുന്നുണ്ട്. ജെയ്ക്കിനെ കണ്ടതും സൂട്ടെ അവനടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. തന്റെ ഭാവി വധുവായ നെയ്ത്തിരിയുമായി ജെയ്ക്ക് ഇഷ്ടത്തിലാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ ദേഷ്യമെല്ലാം ഇപ്പോ അവനോട് കാണിക്കുന്നുണ്ട്. ഈ സമയം മറുഭാഗത്ത് ആ ലബോറട്ടറിയിലേക്ക് കേണൽ മൈൽസ് കടന്നു വരികയാണ്. ആ ബുൾഡോസേഴ്സിന്റെ ക്യാമറകൾ അടിച്ചകർത്തത് അത് ജെയ്ക്കാണെന്ന് ഇതിനോടകം തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു. ആ ലബോറട്ടറിയിലേക്ക് എത്തിയ കേണൽ ആ ചേംബറിൽ നിന്നും ജെയ്ക്കിനെ പുറത്തേക്ക് വലിച്ചിറക്കുന്നു. എന്ത് ചെയ്യരുതെന്ന് നിന്നോട് പറഞ്ഞോ, അതാണ് നീ ഇപ്പൊ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അയാൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ജെയ്ക്കിനെ ഇവിടുന്ന് എഴുന്നേൽപ്പിച്ചതും അവതാർ ശരീരവുമായിട്ടുള്ള ആ കണക്ഷൻ നഷ്ടപ്പെട്ട് ആ ഹൈബ്രിഡ് ബോഡി അവിടെ നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നു. ഇത് കണ്ട സ്യൂട്ടെ ആകട്ടെ എല്ലാവരോടുമായിട്ട്, കണ്ടില്ലേ, ഇവൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുവനല്ല, ഇവനെന്തോ പിശാചാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊല്ലുവാനായിട്ട് തുനിയുന്നു. ഇത് കണ്ട നെയ്ത്തിരി അവിടേക്ക് ഓടിയെത്തി സൂട്ടയെ തള്ളി മാറ്റി ജെയ്ക്കിനെ സംരക്ഷിക്കുകയാണ്. ഇതേ സമയം ഇവിടെ ക്യാമ്പിനകത്ത് ജെയ്ക്കിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്ന സമയം ഇപ്പൊ ഗ്രേസ് അവരോട് പറയുന്നുണ്ട്, നമ്മൾ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. അവിടുത്തെ ആ ഗോത്രവും സകല ചരാചരങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അതിലൊന്നിനെ നാം നശിപ്പിക്കാൻ നോക്കിയാൽ അത് ആ വംശത്തെ തന്നെ ബാധിക്കും. സർവ്വനാശമായിരിക്കും പിന്നീട് ഉണ്ടാവുക. എന്നാൽ ആ കേണലാകട്ടെ അത് ചെവിക്കൊള്ളുന്നില്ലെന്ന് മാത്രമല്ല ആ ഹോം ട്രീ നശിപ്പിക്കാനുള്ള അവരുടെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഗ്രേസ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായ പാർക്കറിനെ സമീപിച്ച് ഒരവസരം കൂടെ ഞങ്ങൾക്ക് നൽകണമെന്നും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാമെന്നും അറിയിക്കുന്നു. ഒടുവിൽ പാർക്കർ അത് സമ്മതിച്ചു. ഉടനെ തന്നെ അവരുടെ മേൽനോട്ടത്തിൽ ഗ്രേസും സംഘവും അവതാർ ശരീരങ്ങളിലേക്ക് തിരികെ പ്രവേശിക്കുന്നു. തിരികെ അവതാറായി ജെയ്ക്ക് നേരെ ആ ഗോത്രത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരോടും അവൻ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നു. ഒരു മിഷനുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്നും ഇപ്പോഴിതാ ആ മിലിറ്ററി ഫോഴ്സ് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നതെല്ലാം. ഇതൊക്കെ കേട്ട് അവരാകട്ടെ ജെയ്ക്കിനെയും ഗ്രേസിനെയും
നെയ്തീരിയെയും അവിടെ ഒരിടത്ത് ബന്ദിയാകുന്നു. നെയ്തീരിയും ഇപ്പൊ ജെയ്ക്കിന് എതിരായിരിക്കുകയാണ്. ഇതേസമയം കൂറ്റൻ ബുൾഡോസേഴ്സും യുദ്ധവിമാനങ്ങളും മറ്റുമായി ആ മിലിറ്ററി ടീം അവിടേക്ക് എത്തിയിരുന്നു. അവർ ലക്ഷ്യം വെച്ചത് ആ ഹോം ട്രീ ആയിരുന്നു. മിസൈൽസും മറ്റും വിക്ഷേപിച്ച് അവർ അവിടം ഒരു യുദ്ധക്കളമാക്കുന്നു. മിലിറ്ററി ടീമിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആ നാവികോത്രത്തിനായില്ല. എതിർത്ത് നിൽക്കാൻ പരാജയപ്പെട്ടു. അവരുടെ ആവാസ കേന്ദ്രമായ ഹോം ട്രീ ഒടുവിൽ ആ മിലിറ്ററി ഫോഴ്സ് കടപുഴക്കി താഴെയിട്ടു. കുറെ നാവികൾ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്പൊ ജെയ്ക്കിനോട് എന്തോ അനുകമ്പ തോന്നിയ നെയ്തീരിയുടെ അമ്മ മൊവാത്ത് വന്ന് അവരെ കെട്ടഴിച്ച് മോചിപ്പിക്കുകയാണ്. അവിടുന്ന് ഓടിയെത്തിയ ജെയ്ക്ക് കാണുന്നത് ആകെ നശിച്ചു കിടക്കുന്ന ആ പ്രദേശമായിരുന്നു. കുറെ പേർ കൊല്ലപ്പെട്ടു. ആ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ആ ഗോത്രത്തലവൻ നെയ്തീരിയുടെ അച്ഛൻ. അവൾ അദ്ദേഹത്തിന് മുന്നിലിരുന്ന് അലമുറയിട്ട് നിലവിളിക്കുകയാണ്. ഇത് കണ്ട ജെയ്ക്ക് അവിടേക്ക് ഓടിയെത്തുമെങ്കിലും നെയ്തീരി അവനെ തള്ളിമാറ്റി ഇനി എന്റെ അടുത്ത് നിന്നെ കണ്ടുപോകരുതെന്ന് അറിയിക്കുന്നു. ഇപ്പോ ഇവിടെ തിരികെ ബേസിൽ അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞതിനെ തുടർന്ന് ജെയ്ക്കിനെയും സംഘത്തെയും ആ ചേംബറിൽ നിന്നും ആ മിലിറ്ററി ടീം എഴുന്നേൽപ്പിക്കുന്നു. അതോടുകൂടെ അവരുടെ അവതാർ ബോഡി അവിടെ കുഴഞ്ഞു വീഴുകയാണ്. ഗ്രേസിനെയും ജെയ്ക്കിനെയും പിന്നെ നോമിനെയും ഇവരുടെ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് അവിടെ ആ ബേസിൽ തടവിലാക്കുന്നു. എന്നാൽ ഇവരെ സഹായിക്കാൻ അവിടെ പുറത്ത് ഒരാളുണ്ടായിരുന്നു. ഈ മിലിറ്ററി ടീമിന്റെ നീചകൃത്യം മനസ്സിലാക്കിയ അവരുടെ കൂട്ടത്തിലുള്ള പൈലറ്റ് ട്രൂഡി. അവളിപ്പോ ഇവരുടെ കൂടെയാണ്. കിട്ടിയൊരു അവസരത്തിൽ ട്രൂഡി ആ കാവൽക്കാരെ കീഴ്പ്പെടുത്തി ഗ്രേസിനെയും ടീമിനെയും അവിടുന്ന് മോചിപ്പിക്കുന്നു. ഇനി സേഫായി ഇവർക്ക് പോകാൻ പറ്റിയ ഒരിടമേ ഉള്ളൂ, അവിടുത്തെ ഔട്ട് പോസ്റ്റ്. ഉടനെ തന്നെ മൂവരെയും കൂട്ടിക്കൊണ്ട് അവൾ അവിടുത്തെ ആ ഹെലികോപ്റ്ററിൽ പുറത്തു കടക്കുന്നു. എന്നാൽ കേണൽ മൈൽസ് ആകട്ടെ ഇവരിവിടുന്ന് രക്ഷപ്പെടുന്നത് അയാൾ കണ്ടിരുന്നു. ഉടനെ തന്നെ അയാൾ ഇവർക്ക് നേരെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നു. കൂട്ടത്തിൽ ഗ്രേസിനെ വെടിയേറ്റു. ഗ്രേസിനെയും കൊണ്ട് ഉടനെ തന്നെ അവർ അവിടുന്ന് പുറത്തു കിടക്കുകയാണ്, നേരെ ആ ഔട്ട് പോസ്റ്റിലേക്ക്. ഇനി തിരികെ അവതാറായി ആ ഗോത്രത്തിലേക്ക് കടന്നു എന്നാൽ അവരുടെ സമീപനം അത് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. നമ്മെ ഇനി അവർ മനസ്സിലാക്കണമെങ്കിൽ അതിനു പറ്റിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂ. ജെയ്ക്കിന് അപ്പൊ ഒരു കാര്യം ഓർമ്മ വന്നു. ആ ഡ്രാഗൺ തൊറൂക്ക് എന്ന അപകടകാരി, അതിനെ കീഴ്പ്പെടുത്തിയാൽ ഈ ഗോത്രത്തിന് മുന്നിൽ തനിക്ക് ധൈര്യമായി കടന്നു ചെല്ലാൻ കഴിയും. അവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, തിരികെ അവതാറായി. അവനെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണുന്നത് ആകെ കത്തിച്ചാമ്പലായ ആ പ്രദേശമായിരുന്നു. ആരും തന്നെ ഇപ്പൊ ഇവിടെ ഇല്ല. എല്ലാവരും മറ്റൊരിടത്തേക്ക് പലായനം ചെയ്തിരിക്കുന്നു. ഇപ്പൊ ജെയ്ക്കിനടുത്തേക്ക് അവന്റെ ആ ഡ്രാഗൺ ഇക്രാൻ പറന്നെത്തുകയാണ്. അവൻ അതിൽ കയറി പുറപ്പെട്ടു തുറൂക്കിനെ കീഴ്പ്പെടുത്താൻ ആ ഉയരങ്ങളിലേക്ക്. ഇതേ സമയം ഇവിടെ അല്പം നീങ്ങി ആത്മാക്കളുടെ മരം എന്ന് വിശേഷിപ്പിക്കുന്ന നാവികോത്രം ആരാധിക്കുന്ന യൈവ നിൽക്കുന്ന ആ ഒരു പ്രദേശം. പാലായനം ചെയ്ത് അവരെത്തിയത് ഇവിടേക്കായിരുന്നു. അവരിപ്പോ കൂട്ടമായി യൈവയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നെയ്തീരിയുടെ അച്ഛന്റെ മരണശേഷം ഇപ്പോ ഇവിടുത്തെ ഗോത്രത്തലവൻ സൂട്ടയാണ്. അവരവിടെ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോന്ന് അവരെ സമീപിക്കുന്ന പോലെ, എന്തോ വലിയൊരു നിഴൽ. അവരെല്ലാവരും ആകെ ഭയന്ന് പിന്നോട്ട് മാറുന്നു. അതടുത്തെത്തി തുറൂക്ക് എന്ന ആ അപകടകാരിയായ ഡ്രാഗൺ ആയിരുന്നു അത്. അത് ഒറ്റയ്ക്കായിരുന്നില്ല, അതിനെ കീഴ്പ്പെടുത്തി വീരനായകനായി നമ്മുടെ ജെയ്ക്കും ഉണ്ടായിരുന്നു കൂടെ. അതെ, അവനിപ്പോ തുറൂക്ക് മാറ്റോ എന്ന ആ പ്രത്യേക സ്ഥാനത്തിന് അർഹനായിരിക്കുന്നു. അവർക്കിത് ഒട്ടും തന്നെ വിശ്വസിക്കാനായില്ല. എല്ലാവർക്കും ഇതൊരു അത്ഭുതമായിരുന്നു. ഇതെങ്ങനെ അവൻ? എല്ലാവരും അവനെ ആരാധനയോടെ കണ്ടു. ജെയ്ക്കിപ്പോ എല്ലാവരോടുമായിട്ട് താൻ വന്ന ആ ഒരു കാര്യം അവതരിപ്പിക്കുന്നു. നാം ഒറ്റക്കെട്ടായി നിന്ന് ആ മിലിറ്ററി ഫോഴ്സിനെ എതിർക്കണം. നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം. അവരെ ഇനിയും നമ്മുടെ ഈ പ്രദേശത്തെ നശിപ്പിക്കാനായിട്ട് അനുവദിച്ചുകൂടാ. നമുക്ക് ഒരുമിച്ച് പോരാടാമെന്ന് അവൻ അവരെ അറിയിക്കുന്നു. അവരെല്ലാവരും ഇപ്പൊ ജെയ്ക്കിന്റെ കൂടെ ചേർന്നു. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. ഗ്രേസ്, അവളുടെ അവസ്ഥ ഇപ്പോ ഗുരുതരമായിരിക്കുന്നു. മൊവാത്ത് നിർദ്ദേശപ്രകാരം ജെയ്ക്ക് ഗ്രേസിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് എത്തുന്നു. യൈവയ്ക്ക് പ്രത്യേകം ഒരു കഴിവുണ്ട്. അത് വെച്ച് ഗ്രേസിന്റെ ജീവൻ അവളുടെ ശരീരത്തിൽ നിന്നും അവളുടെ അവതാർ ബോഡിയിലേക്ക് മാറ്റാനുള്ള ശ്രമം. അവർ അതിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ ചടങ്ങുകൾ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഗ്രേസ് മരണപ്പെട്ടു. അതെ, ആ ശ്രമം പരാജയപ്പെടുക തന്നെ ചെയ്തു. അവർ ഗ്രേസിനെ പ്രത്യേകം പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവിടെ സംസ്കരിക്കുകയാണ്. അവളുടെ ജീവൻ യൈവയിലേക്ക് വന്നു ചേർന്നു. ഇനിയൊട്ടും സമയമില്ല. ആ സൈന്യം ഏത് നിമിഷവും ഇവിടെ എത്താം. അതിനു മുമ്പ് ഇവിടെ വസിക്കുന്ന പല ഗോത്രത്തിലുള്ള നമ്മുടെ സഹവാസികളെ ഒരുമിച്ച് ചേർക്കണം, ഒരുമിച്ച് പോരാടണം. ഇതേ സമയം അവിടെ ആ ബേസിൽ ആ മിലിറ്ററി ഫോഴ്സ് ഇവിടെ നിരീക്ഷിക്കുന്നതിനിടയ്ക്ക് നാവികളുടെ എണ്ണം വലിയ രീതിയിൽ കൂടി വരുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവർ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയ കേണൽ മൈൽസ് എല്ലാവരോടും തയ്യാറാകുവാനായിട്ട് അറിയിക്കുന്നു. അവർ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് ആക്രമിക്കണം. ഈ മിലിറ്ററി ടീം അവരെ ആക്രമിക്കാൻ പോകുന്ന ഈ ഒരു വിവരം ഇപ്പോ അവിടുത്തെ സയന്റിസ്റ്റായ മാക്സ് ഇവിടെ ഔട്ട് പോസ്റ്റിൽ ജെയ്ക്കിനെ അറിയിക്കുകയാണ്. ജെയ്ക്ക് ഈ വിവരം എല്ലാവരെയും അറിയിച്ചു. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമുക്കായിരുന്നു വരില്ല. എന്നാൽ ഒരു മാർഗം നമുക്ക് മുന്നിലുണ്ട്. ഇവിടുത്തെ പർവ്വത മേഖലയിലെ കാന്തിക വലയം കൂടിയ ആ ഒരു ഏരിയ, അവിടേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാനായാൽ നമ്മൾ പാതി ജയിച്ചു. അവിടെ അവരുടെ ആയുധങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കില്ല. അന്ന് അവതാർ ശരീരത്തിൽ ജെയ്ക്ക് നേരെ പോയത് യൈവക്കരിയിലേക്കായിരുന്നു. സഹേലു വഴി അവൻ യൈവയോട് സംസാരിച്ചു. മനുഷ്യർ അവരുടെ ഗ്രഹം നശിപ്പിച്ച് ഇപ്പോഴിതാ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയും അവർ നശിപ്പിക്കും. യൈവ, നമുക്ക് അവരുടെ പിടിയിൽ നിന്ന് ഇവിടം രക്ഷിക്കണമെന്ന് ജെയ്ക്ക് യൈവയോട് അപേക്ഷിക്കുകയാണ്. ഇപ്പൊ നെയ്ത്തിരി അവന്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. അവനോട് അവൾ, ജെയ്ക്ക്, യൈവ ആരുടെയും ഭാഗത്ത് നിൽക്കില്ല. ഇവിടുത്തെ ജീവന്റെ നിലനിൽപ്പും ഈ പ്രകൃതിയും സംരക്ഷിക്കാൻ മാത്രമാണ് യൈവ ചെയ്യുന്നതെന്ന് അവളിപ്പോ ജെയ്ക്കിനെ അറിയിക്കുന്നു. ഇപ്പം മറുഭാഗത്ത് ആ മിലിറ്ററി ടീം വലിയ യുദ്ധസന്നാഹവുമായിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. പല ഗോത്രത്തിൽ നിന്നും ഒരുമിച്ച് കൂടിയ ആ നാവിവർഗവും ഇവർക്കെതിരെ പോരാടാനായി വന്ന് അണിനിരക്കുന്നു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു നടന്നത്. കുറെ സോൾജേഴ്സ് AMP സൂട്ടിൽ ഇവരെ ആക്രമിക്കാനെത്തി. നാവിവർഗം കുതിരപ്പുറത്ത് അവർക്കെതിരെ പൊരുതി. യുദ്ധസന്നാഹങ്ങളുമായി ഹെലികോപ്റ്റേഴ്സിനെ മറ്റും വന്ന മിലിറ്ററി ഫോഴ്സിന് നേരെ ഇക്രാനെ നയിച്ച് ഒരു സംഘം പൊരുതി. വലിയൊരു യുദ്ധം
യുദ്ധം നടന്നു. വലിയ രീതിയിലുള്ള പരാജയം നേരിടേണ്ടി വന്നത് അത് നാവികവർഗത്തിനായിരുന്നു. പരാജയത്തിന്റെ അടുത്തെത്തിയ നിമിഷം പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വിഭാഗം നാവിയുടെ കൂടെ ചേർന്നു. ആരായിരുന്നെന്നോ? അവിടുത്തെ ജീവജാലങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ എല്ലാം. അവർക്കിത് ഒരു അത്ഭുതമായിരുന്നു. നെയ്ത്തിരി ഇപ്പോ ജെയ്ക്കിനോട് പറയുന്നുണ്ട്, ജെയ്ക്ക്, എയ്വന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അങ്ങനെ ആ യുദ്ധം തുടർന്നു. മിലിറ്ററി സംഘം പരാജയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതേ സമയം വലിയൊരു ഹെലികോപ്റ്ററിൽ ആ കേണൽ എയ്വയ്ക്ക് മുകളിലെത്തിയിരുന്നു. വലിയൊരു ബോംബിട്ട് അവിടെ ഇല്ലാതാക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. ഇത് മനസ്സിലാക്കിയ ജെയ്ക്കാകട്ടെ തുറുക്കിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പാഞ്ഞെടുക്കുന്നു. തന്റെ കൈവശം കരുതിയ ഒരു ഗ്രനേഡ് എടുത്ത് ആ ഹെലികോപ്റ്ററിലേക്ക് അവൻ ആഞ്ഞെറിയുന്നു. അത് വന്നു വീണ് വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി. ആ ഹെലികോപ്റ്റർ തകർന്ന് താഴെ വീഴുന്നു. കേണൽ മൈൽസ് ഉടനെ തന്നെ തന്റെ AMP സ്യൂട്ടിനകത്തേക്ക് കയറി താഴെ വന്ന് ലാൻഡ് ചെയ്യുന്നു. ആകെ കലികേറിയ മൈൽസ് ലക്ഷ്യം വെച്ചത് ജെയ്ക്കിനെ ആയിരുന്നു. അയാൾ ആ സ്യൂട്ടിൽ ആ ഔട്ട് പോസ്റ്റിലേക്കായിരുന്നു നടന്നു നീങ്ങിയത്. ജെയ്ക്കിനെ ആ ചേംബറിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ ഇത് മനസ്സിലാക്കിയ നെയ്ത്തിരി ആകട്ടെ അയാൾക്കരികിലേക്ക് പാഞ്ഞെടുത്തു. അയാളെ ആക്രമിച്ചു. എന്നാൽ ഒടുവിൽ അയാളുടെ ആക്രമണത്തിൽ നെയ്ത്തിരി സഞ്ചരിച്ച ആ ജീവി കൊല്ലപ്പെടുകയാണ്. അയാൾ അടുത്തത് ലക്ഷ്യം വെച്ചത് നെയ്ത്തിരി ആയിരുന്നു. ജെയ്ക്ക് ഉടനെ തന്നെ അവിടേക്ക് പറന്നിറങ്ങി കേണലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് നോക്കി. ഇല്ല, അയാൾ കേൾക്കുന്നില്ല. കേണൽ മൈൽസ് ജെയ്ക്കിനെ കടന്നാക്രമിച്ചു. അവൻ തിരിച്ചും. എന്നാൽ അതിനിടയിൽ വലിയൊരു അടിയേറ്റ് ആ ഔട്ട് പോസ്റ്റിന്റെ ജനൽഭാഗം തകർന്നു പോവുകയാണ്. അതിനകത്ത് ചേംബറിലായിരുന്നു ജെയ്ക്ക് കിടന്നിരുന്നത്. ആ ജനൽ തകർന്നതും പാൻഡോറയിലെ മനുഷ്യർക്ക് ശ്വസിക്കാൻ പാടില്ലാത്ത ആ പോയിസണസ് വായു അകത്തേക്ക് പ്രവേശിക്കുന്നു. അതെ, ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. വിഷവാതകം ശ്വസിച്ച് ഇവിടെ അകത്ത് ആ ചേംബറിൽ നിന്നും ജെയ്ക്ക് എഴുന്നേൽക്കുന്നു. അടുത്ത നിമിഷം അവന്റെ അവതാർ ശരീരം അവിടെ പുറത്ത് കുഴഞ്ഞു വീഴുന്നു. ശ്വാസം കിട്ടാതെ ജെയ്ക്ക് ഇപ്പോ അകത്ത് മരണപ്രാണത്തിൽ ആ ചേംബറിന് പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആ മാസ്ക് എടുത്ത് വെക്കാനായി ശ്രമിക്കുമെങ്കിലും അവനതിന് കഴിയുന്നതിന് മുന്നേ ബോധമറ്റ് അവനവിടെ നിലത്തു വീഴുന്നു. ഇതേ സമയം പുറത്ത് ആ ജീവിക്കടിയിൽ നിന്നും ഒരു വിധത്തിൽ പുറത്തു കിടന്ന നെയ്ത്തിരി തന്റെ വില്ലെടുത്ത് ആ കേണലിന് നേരെ അമ്പ് കൊടുക്കുന്നു. അത് അയാളുടെ നെഞ്ചിലേക്ക് തറച്ചു കയറി. തൽക്ഷണം അയാൾ കൊല്ലപ്പെടുന്നു. ജെയ്ക്ക് ഇവിടെ അകത്ത് വീണടക്കുന്നത് നെയ്ത്തിരി കണ്ടിരുന്നു. ഉടനെ തന്നെ അവൾ അകത്തേക്ക് ഓടിക്കയറി. അങ്ങനെ ആദ്യമായി ജെയ്ക്കിന്റെ യഥാർത്ഥ രൂപം അവൾ നേരിട്ട് കണ്ടു. അവൾ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ മാസ്ക് എടുത്ത് ജെയ്ക്കിനെ അണിയിക്കുകയാണ്. അധികം വൈകാതെ അവന് ബോധം തെളിഞ്ഞു. ആ യുദ്ധത്തിൽ മിലിറ്ററി ഫോഴ്സിനെ തോൽപ്പിച്ച് നാവികോത്രം അവരുടെ പ്രദേശം സുരക്ഷിതമാക്കി. എന്നാൽ ഈ യുദ്ധത്തിൽ ഇവരുടെ ഉറ്റവർ കുറെ പേരെ ഇവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ ഗോത്രത്തലവൻ സൂട്ടേക്കും സാരമായി പരിക്കേറ്റിരുന്നു. അവനിപ്പോ ജെയ്ക്കിനെ അടുത്ത് വിളിക്കുന്നുണ്ട്. തന്റെ മരണത്തിന് ശേഷം ജെയ്ക്കിനെ അടുത്ത ഗോത്രത്തലവനായിട്ട് അവൻ നിയമിക്കുകയാണ്. അവശേഷിച്ച മനുഷ്യവർഗത്തെ അവരുടെ ഗ്രഹത്തിലേക്ക് നാവികൾ മടക്കി അയക്കുന്നു. ഇനി ഒരു ചടങ്ങൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. അത് എന്തായിരുന്നെന്നോ? ജെയ്ക്കിനെ മനുഷ്യ ശരീരത്തിൽ നിന്നും അവന്റെ ജീവൻ ആ അവതാർ ശരീരത്തിലേക്ക് മാറ്റുന്ന ഒരു ചടങ്ങ്. ജെയ്ക്ക് അതിന് തയ്യാറായി കഴിഞ്ഞു. യൈവയുടെ ചുവടിൽ ഇരു ശരീരങ്ങളും കിടത്തിയ ശേഷം അവർ ആ ചടങ്ങ് ആരംഭിക്കുന്നു. പ്രാർത്ഥനയോടെ എല്ലാവരും ആ ഒരു നിമിഷത്തിനായി കാത്തിരുന്നു. അതെ, ഒടുവിൽ അത് സംഭവിച്ചു. മനുഷ്യനായ ജെയ്ക്ക് മരണപ്പെട്ടു. അവന്റെ ജീവൻ ആ അവതാർ ശരീരത്തിലേക്ക് പൂർണ്ണമായി മാറ്റപ്പെട്ടു. പരിപൂർണനായ ഒരു നാവിയായി ജെയ്ക്ക് പുനർജനിച്ചു. ഇവിടെ വെച്ച് അവതാർ എന്ന ഈ ഒരു ഫിലിം അവസാനിക്കുകയാണ്. നല്ലൊരു ദൃശ്യാനുഭവം തന്നെയായിരുന്നല്ലേ? സോ ഗൈസ്, ഈ ഒരു ഫിലിം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത ദിവസം നല്ലൊരു ഫാന്റസി അഡ്വഞ്ചർ ഫിലിമിന്റെ കഥയുമായിട്ട് നമുക്ക് പതിവ് പോലെ വീണ്ടും കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.